Hello guys, welcome back to my YouTube channel. Hi everyone, subscribe to the Anaga's channel. Thank you. അപ്പോൾ നമ്മൾ ഇന്ന് കോളേജിൽ നിന്ന് ട്രിപ്പ് പോവുകയാണ് ഊട്ടിയിലേക്ക്. ഇതുവരെ ആരും പോകാത്ത വെറൈറ്റി സ്ഥലമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടാവുക. അപ്പോൾ ഊട്ടിയിലേക്ക് ട്രിപ്പ് പോവുക. ഇപ്പം നമ്മൾ ഇന്ന് അറൗണ്ട് 5 o'clock സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം നമ്മൾ മൈസൂർ റോഡാണ് ഉള്ളത്. ഒരു ടീ ബ്രേക്കിന് വേണ്ടി നിർത്തിയിട്ടുള്ളത്. പിന്നെ അതൊക്കെ തന്നെ ഇനിയുള്ള വിശേഷങ്ങൾ കാണാം. ഇവിടെ നമ്മൾ ടീ ബ്രേക്ക് നിർത്തിയിട്ടുള്ളത്. ഇതാണ് നമ്മളുടെ ബസ്. വലിയ കുമ്പൊന്നുമില്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം. ഞങ്ങളങ്ങനെ ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ആ ബസ് ഈ ബസ് മാറി പിന്നെ നമ്മൾ വേറെ ബസ്സിലേക്ക് കയറാൻ പോവാണ്. ഇതിലേക്ക് നമ്മൾ ഫുഡ് കഴിച്ചത് ഇവിടെ മാസിൻ്റെ അങ്കിളിൻ്റെ ഒരു ചെറിയ ഹോട്ടലിൽ നിന്നാണ് എടുക്കുന്നത്. എന്നാലൊരു मेल who have these भाई डर नहीं लग रहा है मुझे मारने का there only the same. ഫൈനലി വി റീച്ച്ഡ് ഊട്ടി. അപ്പോൾ നല്ല തണുപ്പൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ചന്ദന കോട്ടനൊക്കെ തന്നപ്പോൾ കോട്ടൺ ബോൾസൊക്കെ ചെവിയിൽ തിരികെ നിൽക്കുക. പിന്നെ എനിക്ക് വ്യൂ ഭയങ്കര ഇഷ്ടമായി. തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ അപ്പോൾ നമ്മളിനി ഫസ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്തത് ടീ ഫാക്ടറി, ചോക്ലേറ്റ് ഫാക്ടറി ഒക്കെയാണ്. അപ്പോൾ അവിടെ എത്തിയിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ലഞ്ച് കഴിക്കാൻ പോകും. അതൊക്കെ തന്നെ. ഇപ്പോൾ ടൈം അറൗണ്ട് 3 o'clock ആവാനായിട്ടുണ്ട്. പിന്നെ അതൊക്കെ തന്നെ. അതേഴ്സ് ആർ ടേക്കിംഗ് വീഡിയോസ് ആൻഡ് ഫോട്ടോസ്. ഐശ്വര്യേ യു ക്യാൻ ഏബിൾ ടു സീ. ഇവർ സമയം വൈകിയെന്ന് പറഞ്ഞിട്ട് ഇതാക്കും. പിന്നെ ഇപ്പം നടക്കുന്നത് കുറച്ച് ഹൈറ്റുള്ളൊരു പാലത്തിൻ്റെ മുകളിൽ കൂടിയാണ്. ആസ് യൂഷ്വൽ എനിക്ക് ഹൈറ്റ് പേടിയായതുകൊണ്ട് കാലൊക്കെ വറക്കുന്ന പോലെയുണ്ട്. ആരെങ്കിലും ഇനി കൂട്ടുപിടിക്കണം.
ചോക്ലേറ്റ് ഫാക്ടറിക്ക് കയറാൻ പോവാണ്. അപ്പം എനിക്ക് അയ്യ നല്ലതാ, പക്ഷെ ബാത്റൂം പോകാൻ പറ്റിയിട്ട് പറ്റുന്നില്ല. ചോക്ലേറ്റ് ഫാക്ടറിയിൽ കയറിയിട്ടുള്ളത് ഞാൻ മാസ്ക് ഇട്ടു, കാരണം എനിക്ക് ഈ തണുപ്പ് അധികം അടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. From the leaf stock is removed by the tea, ginger, Earl Grey, green tea, which is highly recommended for reducing cholesterol. Green tea is also available. Earl tea is made from the fats of the tea. You can now go down to the digestive area and see the tea. ഒരു സ്മെല്ലുണ്ട് എൻ്റെ മോനെ, ഒരു രക്ഷയില്ല. നല്ല എന്താ പറയുക, പച്ചയായാലും ഇങ്ങനെ അരിയുമ്പോഴുള്ള ഒരു സ്മെല്ലുണ്ട്, അടിപൊളി. നമുക്കിവിടെ ഇവർ ടേസ്റ്റ് നോക്കാനായിട്ട് ഫ്രീ ആയിട്ട് ഒരു ചായ തരുന്നുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കിട്ടിയാ സോ കിട്ടിയാ. Say hi. Not much subscribers. I'm having. You also having? കൊള്ളാം. വളരെ നല്ലൊരു ചായ ആയിരുന്നു, അടിപൊളി ടേസ്റ്റ്. പാൽപ്പൊടിയാണ്, അമേസിങ്. അതുകൊണ്ട് പരസ്യത്തിന് വേണ്ടി ഇത്ര അടിപൊളിയായിട്ട് ചായ ഇട്ടതാണോ എന്നൊരു സംശയം. അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ടായി. കിട്ടില്ലേ പാൽപ്പൊടി ഐശ്വര്യ ചായ കുടിക്കാറില്ല, പക്ഷെ ഇന്നോള് രണ്ടാമതും കിട്ടുമോ എന്നുള്ളൊരു ചോദ്യം വരെ വന്നു. നല്ല ഏലക്കേൻ്റെ മണം ഒക്കെ എടുത്ത മണം ഭയങ്കര ഇഷ്ടമായി. പുറത്താണെങ്കിൽ വ്യൂ ഭയങ്കര ഇഷ്ടമായി. ഭാവിയിൽ ഇവിടെ വന്ന് താമസിച്ചാലോ എന്നുള്ളൊരു ചിന്ത വരെ എത്തിപ്പോയി. അങ്ങനെ ഒരു സ്ട്രോങ് ചായപ്പൊടി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇനിയിപ്പോൾ ചോക്ലേറ്റ് ഫാക്ടറി, ഇനിയിപ്പോൾ ആദ്യത്തെ ചോക്ലേറ്റ് വാങ്ങേണ്ടി വരുമെന്നൊരു സംശയം. ചോക്ലേറ്റ് ഫാക്ടറി ഇതും കിട്ടുമോ? ഇനി കുറച്ച് വീഡിയോസും ഫോട്ടോസും ഷോ ഓഫ് അതൊക്കെ തന്നെ. ദിവസം വെള്ളം കുടിക്കട്ടോ. ഇവിടെ എത്ര വെറൈറ്റി പൂക്കളാണ്. കുതിരകളിൽ കുതിരകളിൽ കുതിരകൾ ചോട്ടിട്ടെടുക്കാൻ അടുത്തേക്ക് പോട്ടെടുക്കാം. ഇല്ലടി കാണൂലടി. ഫോട്ടോ എടുത്തില്ലല്ലോ. നമ്മള് ഫോട്ടോ എടുത്തില്ലല്ലോ. ഏതാ വലിച്ചു ഊട്ടിയിൽ വന്നല്ലോ, ഊട്ടിയിൽ വന്നല്ലോ. നിങ്ങളിത് കാണുന്നുണ്ടോ? Okay, good. Outfit check. Oh my god. She's awesome in this dress. Guys, അപ്പോൾ നമ്മളുടെ ലഞ്ച് കഴിക്കാൻ പോവാണ്. സമയം 5 മണി. അതെ, നമ്മൾ സർവൈവ് ചെയ്യും. വീടൊന്നും എടുക്കാൻ പറ്റിയില്ല. നല്ല അടിപൊളി ഒരു ബിരിയാണി കിട്ടി. നമ്മൾ ആദ്യം പറഞ്ഞ ഹോട്ടലിലും അല്ല. ബാക്കി ഡീറ്റെയിൽസ് പിന്നെ പറയാം. ഇല്ലടാ, ഞാൻ അമ്മക്ക് അയച്ചു കൊടുത്തു. കാണുന്നില്ല. നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക്
പോവാണ്. സമയം ഇപ്പം 5:45. നമ്മൾ ജസ്റ്റ് കഴിച്ചിട്ട് വന്നിട്ടുള്ളത്. ഇതാണ് അമ്മു, ഇതാണ് എൻ്റെ മോളാണ്. അതൊക്കെ തന്നെ ഞാൻ ഇപ്പിടി കഷ്ടപ്പെട്ട് എടുക്കറേന്നല്ലേ അതൊക്കെ. കോലം കെട്ടുപോയി. നീ മുടി ചെയ്യി കെട്ടണം. ഏറ്റവും മെയിൻ പരിപാടി. അവിടെ കണ്ണുകൾ എല്ലായിടത്തും ഉണ്ട്. പാവം ജോയില് മന്തി കഴിക്കാൻ പറ്റാത്തൊരു വിഷമമുണ്ട്. ട്രെയിനറൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ. നമുക്ക് വേണ്ടൊന്നുമില്ല. ഊട്ടിയിൽ വന്നപാട് നല്ല ക്ലൈമറ്റ്, ഭയങ്കര തണുപ്പൊക്കെ തോന്നി, ബുദ്ധിമുട്ടൊക്കെ തോന്നി, ശ്വാസം എടുക്കാനെല്ലാം ബുദ്ധിമുട്ട് തോന്നി. പക്ഷേ ഇപ്പോൾ കുറച്ച് അറ്റാച്ചഡായി വരുന്നുണ്ട് തോന്നുന്നു. കാരണം അധികം ബുദ്ധിമുട്ട് തോന്നുന്നില്ല. പക്ഷേ എൻ്റെ ബുദ്ധിമുട്ടൊക്കെ നൈറ്റ് ആയിരിക്കും തുടങ്ങുന്നുണ്ടാവുക. അങ്ങനെ ബൊട്ടാണിക്കൽ ഗാർഡനിൽ കയറി. ബിരിയാണി ഇപ്പം കഴിക്കും. നൈസ ചീരല്ലേടാ, മറ്റേ വെള്ളത്തിലെല്ലാം നട്ടു. ഞാൻ നേരത്തെ പറഞ്ഞിട്ട് തിരിച്ചെടുക്കാൻ ചിലപ്പോൾ സമയമായിട്ടുണ്ട്. ചില നടക്കുമ്പോഴൊക്കെ അല്ലാണ്ട് തണുപ്പ് ഉള്ളിൽ കയറുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. സോ നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡനിൽ കയറി. അപ്പോൾ ഇവിടെ എങ്ങനെ വെച്ചാൽ കുട്ടികൾക്ക് 50 രൂപ, മുതിർന്നവർക്ക് ഇതാണ് പറയുന്നത് പ്രൂണിങ്ങോ അങ്ങനെ എന്തോ പണ്ടെന്തോ പഠിച്ചായിരുന്നു. പക്ഷെ എന്താ ഷേപ്പ് എന്ന് ദൈവം തമ്മിലാന്നറിയാം. അപ്പോൾ അഡൽട്സിന് 100 ആണ്. എന്തായാലും നമ്മൾ ഇതൊക്കെ നടന്ന് കണ്ടിട്ടൊക്കെ വരാം. ഇതെന്താ ഉദ്ദേശിച്ച ഷേപ്പ്? എന്താ ശിവലിംഗാണോ? അതിലൊന്ന് ഓ തൊപ്പിയാണോ? പിന്നെ ഇവിടെ എന്തൊക്കെയോ ഷേപ്പ് ഇവർ ഉദ്ദേശിച്ചിട്ടുണ്ട്. ബട്ട് ഐ ഡോണ്ട് നോ. അപ്പോൾ എന്നെ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇത്രയൊക്കെ കിട്ടുന്നുണ്ട്. എന്നെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കാരണം ബാക്ക് ക്യാമറ കുറച്ചും കൂടി നല്ലൊരു ക്ലിയർ. ഇനി വാവ്, ഇത് കൊള്ളാം. നമ്മളെ പോലത്തെ ചെടിപ്രാന്തന്മാർക്ക് പറ്റിയ ഏരിയ. ഇത് നമ്മുടെ വീട്ടിലുണ്ടാവുന്ന എടാ നമ്മള് വീട്ടുചെടിക്ക് വളരുന്ന സാധനം ചട്ടിയിലാക്കി. ഇത് നമ്മള് പണ്ട് വീട്ടിലെ മതിലുമ്മലെല്ലാം ഗൈസ് ഒരു ഫോട്ടോ നമ്മൾ എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ എന്നെ കാണുന്നുണ്ട്. വൈഡ് ഏതാ? ഇതാണ് വ്ളോഗിങ്. എങ്ങനെയാണ് എടുക്കണ ഇതറിയൂല. വ്ളോഗിങ് വൈഡാങ്കൾ എടുത്തിട്ട് ഇന്നാ അറിഞ്ഞ ഞാൻ വ്ളോഗിങ് എടുക്കുന്നുണ്ടെന്നുള്ള കാര്യം.
കറക്റ്റാണോ? എന്നെ കൂട്ടു എന്താണ് നോയൽ? അധികം ബ്ലോഗിലൊന്നും കണ്ടിട്ടില്ല. ക്ലാസ് ബ്ലോഗിലൊക്കെ വരണേ. കൈ കടിച്ചെടുക്കണം. പിന്നെന്താന്ന് വെച്ചാല് എനിക്കിത് ഇഷ്ടായി. കുറേ പക്ഷികളുണ്ട്. പിന്നെ ഇതിങ്ങനെ പ്രൂൺ ചെയ്ത് കട്ട് ചെയ്ത് പല പല ഷേപ്പിൽ വെച്ചത് കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട് കണ്ട. പിന്നെ പിൻ്റെ ഫോട്ടോ എടുക്കാണ്. അത് കഴിഞ്ഞ് എല്ലാവരും ഇങ്ങോട്ടേക്കാണ് പോകുന്നത്. പോയി നോക്കട്ടെ. അപ്പൊ നമ്മൾ കാണാൻ ഉദ്ദേശിച്ച സ്ഥലം എവിടെയാണ്? ആന്തൂര്യം. പല വെറൈറ്റീസ് ഓഫ് ആന്തൂര്യം. ഇതൊരു ഗ്ലാസ് ഹൗസ് ആണ്. അപ്പോൾ ഇതിവിടെ ആന്തൂര്യം ഉണ്ട്. ഇതിലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. What makes you happy? Flowers make me happy. ഇതാണ് ബിഗോണിയ. നമ്മുടെ നാട്ടിൽ നന്നാവും അല്ലേ? ശരിയാ, നാട്ടിലൊക്കെ കണ്ടിട്ടുണ്ട്. ഓണത്തിൻ്റെ ടൈമിലൊക്കെ വിരിയുന്നത്. എനിക്ക് ഈ സീസണാ തോന്നുന്നു. ഇതൊക്കെ വളരെ നൈസ് ഫ്ലവേഴ്സ്. ഭയങ്കര കളർഫുൾ ആയിട്ടുണ്ട്. ജോയലെ അമ്മക്ക് ചെടി വാങ്ങണ്ടേ? അമ്മക്ക് ഈ വീഡിയോ അയച്ചോട്ട് അമ്മ പറയും മോനെ ഈ ഗ്ലാസ് ചെറുപ്പം വാങ്ങിയിട്ട് വന്നു. ഓൻ പറഞ്ഞതായിരിക്കും. പറയണ്ട, മനസ്സിലായില്ലേ? ഓക്കെ ഓക്കെ. You want photo? Photo I want. You want? This is Ganesh. He is from Ankarila. This is Anne and this is me Anagha. This is my vlog. Actually ശരിക്കും ഈവനിങ് ഈ ക്യാമറയിൽ ക്യാപ്ചർ ചെയ്യാൻ വളരെ നല്ലതായിട്ടുണ്ട്. മഴ പൊടിയുന്നുണ്ട്, പനി പിടിക്കുന്ന പേടിയുണ്ട്.
chapati.